ആ അമ്മയെ ഇഷ്ടപ്പെടുന്ന ഷൈൻ ഇനിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ആരൊക്കെ അവനെ തള്ളി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ഷൈനൊരു നല്ല മനസ്സുണ്ടായത്. സംഘടനയിലുള്ള ഒരാൾക്ക് അപകടം വരുമ്പോഴാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. അവനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരിക. ഞാൻ പോലീസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഒരു പെണ്ണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. അപ്പം നിങ്ങൾ തന്നെ തെളിയിക്കണം അത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെയ്തിട്ടില്ല സാറേ. അപ്പോൾ അവരിങ്ങനെ കള്ളക്കേസ് കൊടുത്തു, അത് നിങ്ങൾ തെളിയിക്കണം. സത്യൻ മാസ്റ്റർ വരുന്നത് 45-ാം വയസ്സിൽ അഭിനയിക്കാൻ. അപ്പോൾ മണിച്ചേട്ടൻ ഇനി എന്തോരം റോളുകൾ ചെയ്യേണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഷൈൻ ടോമിന് ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം നോക്കിക്കോ, ഒരു മികച്ച ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അദ്ദേഹം എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും, കാരണം അദ്ദേഹത്തിന് ബോധ്യം വന്നു, എൻ്റെ ഫാദർ മരിച്ചത് ഞാൻ കാരണമാണ്. ഞാൻ ഷൈൻ്റെ വീട്ടിൽ പോയിട്ട് ഷൈനായിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ആ ഒരു ഹോണ്ടിങ് ഉണ്ട്. എൻ്റെ അപ്പൻ ഇത്രയും 73 വയസ്സിൽ അവൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നൊരു ഫാദർ. ഒരു പ്രാവശ്യം ഡാഡീനെ പരിചയപ്പെട്ടാൽ ഷൈൻ്റെ ഫാദറിനെ പരിചയം നമ്മുടെ ഡാഡി ആയിരിക്കും ജീവിതത്തിൽ മുഴുവൻ. അത്രയ്ക്ക് നല്ലൊരു ഫാദറാണ്. അപ്പോൾ ഇനി തിരിച്ചു വരുന്നില്ല, തിരിച്ചു കിട്ടില്ലല്ലോ, ഇനി ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല. ആ അമ്മയെ ഇഷ്ടപ്പെടുന്ന ഷൈൻ ഇനിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അവന് മലയാള സിനിമയിൽ അവിഭാജ്യമായിട്ടുള്ളൊരു സ്ഥാനം ലഭിക്കും. നല്ലൊരു പ്രൊഡക്ഷൻ ടീമിനെ കൊണ്ടുവരും. കാരണം എല്ലാ പുണ്യാളന്മാരും ഉണ്ടായിരിക്കുന്നത്, എല്ലാവരും നോക്കി ഭൂരിഭാഗം പേരും ഈ മേഖലകളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ളവരാണ്. അവരൊരിക്കലും തിരിച്ചതിലേക്ക് പോകില്ല. ജനിക്കുമ്പോൾ തന്നെ പുണ്യാളനായിട്ട് ജനിച്ചേക്കണവർ ഏത് നിമിഷം വേണമെങ്കിൽ തിരിഞ്ഞു പോകാൻ പറ്റും ഇതിൻ്റെ സുഖം കിട്ടിയിട്ട്. ഇതിൻ്റെ സുഖവും ഇതിൻ്റെ ദുഃഖവും ഒക്കെ അനുഭവിച്ചു വന്നവൻ ഒരിക്കലും തിരിച്ചതിലേക്ക് പോകില്ല. അതുകൊണ്ട് സെയിൻസിനെ എടുത്ത് നോക്കിക്കും, ഒരുപാട് സെയിൻസ് ഇതുപോലെ ഡ്രഗ് അബ്യൂസും ഈ കള്ളും സ്ത്രീയും എന്നെയൊക്കെ അബ്യൂസ് ചെയ്തിട്ട് വന്നിരിക്കുന്നവരാണ്. തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നേരിൻ്റെ പാതയിൽ വന്നവരാണ്. അവരൊരിക്കലും അതിലേക്ക് പോവില്ല. അപ്പോൾ ഷൈൻ അങ്ങനെ ഒരു ഷൈനിങ് സ്റ്റാറായിട്ട് വരും, ഒരു കമ്മിങ് ബാക്ക് ഉണ്ടാവും. കം ബാക്ക് ഉണ്ടാവും. അപ്പോൾ അത് പുതിയ തലമുറക്ക് അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഷൈൻ ഇപ്പോൾ ഇനിയും ഉടനെ തന്നെ തിരിച്ചു വരും. അല്ല, ഒരു 6 ആഴ്ച റെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നല്ലൊരു കൂട്ടുകെട്ടും നല്ലൊരു ലൈനപ്പായിട്ട് ഷൈൻ വരും ഉറപ്പായിട്ടും. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അത് നന്നായിട്ട് തീരുള്ളൂ. കാരണം ആരൊക്കെ അവനെ തള്ളി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ഷൈനൊരു നല്ല മനസ്സുണ്ടകത്ത്. എന്ത് ഉപയോഗിച്ചാലും അകത്തൊരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ്. ഇപ്പം നമ്മൾ A+ കിട്ടിയ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഫസ്റ്റ് പ്രൈസ് അതിനൊക്കെ മാലിട്ട് കൊടുക്കാറുണ്ട്. ഫുൾ A+. ഏറ്റവും കുറഞ്ഞ മാർക്കുള്ളവനെ നമ്മൾ ആദരിക്കില്ല. അവൻ്റെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവനൊരു മെഡൽ കൊടുക്കണം. അവനൊരു കാരണം ഉണ്ടാവും എന്തുകൊണ്ട് അങ്ങനെ കിട്ടാണ്ടിരുന്നു, തോറ്റുപോയി, അല്ലെങ്കിൽ അവന് ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടി. അവൻ്റെ വീട്ടിലെ പ്രോബ്ലംസ് ആയിരിക്കും, അവരെയാണ് കൈപിടിച്ചുകൊണ്ടിട്ടുണ്ട്. ബൈബിളിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, പാപികളുടെ ഇടയിലോട്ടാണ് കർത്താവ് വന്നത്, അല്ലാതെ പുണ്യാളന്മാരുടെ ഇടയിലോട്ടല്ല. എല്ലാ സെമിനാരിയിൽ വന്നിട്ട് അവിടെ ക്ലാസ് എടുക്കുകയല്ല ചെയ്തത്, പാപികളുടെ ഇടയിൽ പോയിട്ടാണ് ക്ലാസ് എടുത്തത് കർത്താവ്. അപ്പോൾ ആരും പാപിയായിട്ട് ജനിക്കുന്നില്ലല്ലോ, അവരെ പാപികളാക്കുന്നതാണ്. അതിനൊരു കാരണം, റീസൺ ഉണ്ട്. ആ റീസണിൻ്റെ പോയിന്റിൽ ഷൈനെത്തി. ഇനിയാണ് ഡൈവേഷൻ ഉണ്ടാകുന്നത്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അതൊരു വലിയ മാറ്റമായിരിക്കും, അതൊരു പാഠമായിരിക്കും, അതൊരു ടെക്സ്റ്റ് ബുക്കായിരിക്കും പുതിയ തലമുറയ്ക്ക്. ഇങ്ങനെയായിരുന്നപ്പോൾ ഷൈൻ എങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നപ്പോൾ ഷൈൻ എന്തായിരുന്നു. പക്ഷെ എത്ര നല്ലൊരു ഹ്യൂമൻ ബീങ് ആണെങ്കിലും ആൾക്കാർ കൂടുതലും നോക്കുന്നത് ആളുടെ ഒരു മോശം സൈഡിലേക്കായിരിക്കും. അതാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന ആൾക്കാരൊന്നും പാപം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റും? ഇല്ല. ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. എല്ലാം പാപികളാണ് ഈ ബാഡ് കമന്റ്സ് ഇടുന്നത്. ആ കമന്റ് ഇടുന്നത് തന്നെ പാപമാണ്. അവനെ ചീത്ത പറയുന്നവർ ഇതിനേക്കാൾ വലിയ പാപം ചെയ്യുന്നവരായിരിക്കും. ഇവൻ തുറന്ന പുസ്തകമാണ്, ഇവൻ ചെയ്യുന്ന പാപങ്ങൾ എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. മറ്റേത് ഒളിച്ചു വെച്ചിട്ടുള്ള വൈറ്റ് കോളറാണ്, ഇപ്പോൾ വൈറ്റ് ഷർട്ടായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഏറ്റവും വലിയ ക്രൂരനായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്ത് സൈക്കോണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു ഉന്മാദത്തിൽ സംഭവിക്കുന്ന കാര്യമാണല്ലോ, അല്ലാതെ സ്വയമായിട്ടല്ല. ഇതങ്ങനെയല്ല, ബോധത്തോടുകൂടി ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ ഓരോ മണിക്കൂറിൽ ഓരോ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ, ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ല ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, നമുക്കൊരു വീഴ്ച വരുമ്പോൾ, അല്ലെങ്കിൽ ഡ്രഗ്സിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിൽ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡിപ്പെൻഡൻസി വരുന്നവരിൽ സംഭവിച്ചു പോകുന്നതാണത്. ഇപ്പൊ തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഫാദറിന്റെ ഡെത്ത് ഇപ്പോൾ നടന്നു. ഇനിയിപ്പോൾ സാറിപ്പം അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് അംഗമാണ്. അപ്പൊ അമ്മയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ടുകളാണ്? അല്ല, ഞാൻ ഷൈനെ റെപ്രസെന്റ് ചെയ്ത് ഫിലിം ചേംബറിൽ പോയി സംസാരിക്കാൻ പോയതാണ്. ഷൈനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും നമ്മൾ പുറത്താക്കില്ല എന്ന് പറഞ്ഞു.
സംഘടനയിലുള്ള ഒരാൾക്ക് അപകടം വരുമ്പോഴാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. അവനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരിക. പക്ഷേ നിഗത്തിന് ഇതുപോലെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ അവനെ പുറത്താക്കുകയല്ല ചെയ്ത്, അവനെ ട്രാൻസ്ഫോം ചെയ്തു. അവനിപ്പോൾ നല്ലൊരു ആക്ടറായിട്ട് നിൽക്കുകയാണ്. അല്ലാണ്ട് തെറ്റ് ചെയ്യുന്നവരെല്ലാവരും നമ്മൾ പുറത്താക്കലല്ല. അതിനല്ലേ ഇപ്പോൾ ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ പറഞ്ഞ എന്തിനാ ട്രാൻസ്ഫോമിങ് സെൻറ്റേഴ്സ് ഇല്ലേ, അതിനിപ്പോൾ പേര് വേറെയാണ്. അപ്പോൾ ജുവനൈൽ ഹോം എന്നൊക്കെ പറഞ്ഞാൽ അവരെ കുട്ടികളായിരിക്കുന്ന പ്രായത്തിൽ ചെയ്യുന്ന തെറ്റ് അവൻ അറിയാതെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കില്ലാണ്. അപ്പോൾ സംഘടന എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് സ്പേസ് കൊടുക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അപ്പോൾ തന്നെ പുറത്താക്കില്ല. അത് തെളിയണം, അതിൻ്റെ കാരണങ്ങൾ അറിയണം, കൃത്യമാണോ എന്നുള്ള അറിയണം. ഇവൻ എന്തിൽ പ്രൊവോക്കിങ്ങിൽ പെട്ടുപോയതാണോ, ഈ ക്രൈം ചെയ്തു പോയത് പ്രൊവോക്കിങ്ങിലാണോ പറ്റിയത്, അതൊക്കെ തെളിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഒരാളെ മനസ്സിലാക്കേണ്ടത്. അതിനു മുമ്പ് ഒരാൾ എന്തോ ചെയ്തെന്നും പറഞ്ഞ് ഇപ്പോൾ അങ്ങനെയാണല്ലോ. ഒരു പുരുഷന് ഒരു തെറ്റ് ചെയ്താൽ തെളിയിക്കാനുള്ള സമയം പോലുമില്ല. ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്താൽ റോഷൻ്റെ എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ ന്യൂസായി വരികയാണ്, നിങ്ങൾ തെളിയിക്കണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ആണുങ്ങളെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതാണ് നമ്മൾ തെളിയിക്കണമെന്നുള്ളത്. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീനെ പിന്നെ അവഹേളിച്ചു അവർക്ക്. അപ്പോൾ ഈക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈക്വലി അല്ലേ ഈ രണ്ട് ജെൻഡറും? അപ്പം ഞാൻ പോലീസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഒരു പെണ്ണ് എനിക്കെതിരെ കേസ് കൊടുത്താൽ അപ്പം നിങ്ങൾ തന്നെ തെളിയിക്കണം അത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല സാറേ. അപ്പോൾ അവരിങ്ങനെ കള്ളക്കേസ് കൊടുത്താൽ അത് നിങ്ങൾ തെളിയിക്കണം. അത് മാറണ്ടേ? മാറുമായിരിക്കും. വന്ന വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അന്ന് തൊട്ടേ ട്രൂപ്പിലുണ്ടായിരുന്നവർ ഇപ്പോഴും കൂടെ ഉണ്ടോ? അതായത് സിനിമ മേഖലയിൽ അന്ന് കഴിവുണ്ടായിരുന്ന ഒരാൾ എൻ്റെ കൂടെ ഇല്ല. നല്ല കഴിവുള്ള ആൾക്കാരുടെ ഇത്, പക്ഷെ ടൈം കീപ്പ് ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സമയം കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത്. നമ്മൾ പിന്നെ ചെയ്യുന്ന തൊഴിൽ അതിനോട് 100% ഡെഡിക്കേഷൻ ആയിരിക്കണം. കാശ് കിട്ടുമോ നഷ്ടമോ ഒന്നുമല്ല. നമ്മളൊരു 100% അതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ സക്സസ് അല്ല, അതിനേക്കാൾ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു സക്സസ് നമുക്ക് കിട്ടും. കാരണം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 12, 2:30, 3 മണിയാകുമ്പോൾ വരും. അവർക്ക് ആ ഇതിനോടുള്ളൊരു സ്നേഹം അത്രേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റോഷനെ ഞാൻ ബർത്ത്ഡേക്ക് വിളിക്കുകയാണ്. റോഷൻ വരുന്നത് എൻ്റെ കേക്ക് കട്ടിങ് ആയിട്ട് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ റോഷൻ 10 മിനിറ്റ് അല്ല വൈകിയത്, ഒരു വർഷമാണ്. ഇനി അടുത്ത വർഷം കേക്ക് കട്ട് ചെയ്യുമ്പോഴേ വരാൻ പറ്റുള്ളൂ. ഒരു കല്യാണത്തിന് നമ്മൾ കെട്ടിൻ്റെ സമയത്താണ് വിളിച്ചേക്കണമെങ്കിൽ ആ കെട്ടിൻ്റെ സമയത്ത് നമ്മൾ ചെന്നില്ലെങ്കിൽ പിന്നെ നമുക്കില്ല, നഷ്ടപ്പെട്ടു പോയി ആ കല്യാണം. പിന്നെ യൂസ് ചെയ്ത് അടുത്ത കല്യാണം തന്നെ. അപ്പോൾ വൈകുന്നത് 10 മിനിറ്റോ ഒരു ഇൻസിഡൻറ്റോ അല്ല. നമുക്ക് ഒരു വർഷവും ചിലപ്പോൾ 10 വർഷമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ 25th വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും വിളിക്കുന്നത്. നമ്മൾ മനഃപൂർവ്വം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചെന്നാൽ മതി, നമ്മൾ വരാമെന്ന് പറഞ്ഞതിന് കൃത്യസമയത്തില്ല. അതാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യമായിരിക്കും. പക്ഷെ ചില ആൾക്കാർ നമ്മൾ വിളിക്കുന്നത്, നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ വിവാഹത്തിന് ഇത്ര ആൾക്കാരൊക്കെ വന്നു. അവർ വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത്. അത് ആൾക്കാരെ കാണിക്കാനോ ഇതിനുമല്ല. ഞാൻ നിൽക്കുന്ന ഫീൽഡിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടും അവർ വന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്കൊരു നല്ല കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അതെ അതെ അതെ. ഇന്നിപ്പോൾ മമ്മൂക്കയുടെ ഫാദർ ഇൻ ലോ മരിച്ചു. അപ്പോൾ മമ്മൂക്ക ഇവിടെ ഇല്ല, ചെന്നൈയിലാണ്. അപ്പം ഞാൻ മെസ്സേജ് വിട്ടു, കണ്ടോ ഇത് വിട്ടു. അപ്പം തന്നെ താങ്ക് യു, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും അറിയിച്ചോളാം. ഓക്കെ. അപ്പം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പുള്ളി ജാടിയിട്ടിട്ട് നാളെ ഓക്കെ എന്നും പറഞ്ഞ് വിടുകയാണെങ്കിലും കാര്യമില്ല. അപ്പോൾ എനിക്കും അദ്ദേഹത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റും കൂടുകയാണ്. അപ്പം നമ്മൾ ഈഗോയിസ്റ്റ് ആവരുത്. നമ്മുടെ ഒരു സ്ഥാനത്തിന് വേണ്ടി നമ്മൾ ഈഗോയിസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന ഇതുപോലെ കാണിക്കുന്നത് നമ്മൾ പിന്നെ അവിടെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഷ്ടമല്ലാത്തൊരു കെട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കേണ്ടത് കട്ട് ഓഫ് ചെയ്യുക. നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നാലെ നടക്കുന്നത്, എത്ര വലിയ ആളാണെങ്കിലും. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും ടൈം കീപ്പ് ചെയ്തിരുന്നില്ല. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ലൈഫാണ്. ഒരു വർഷമോ 5 വർഷമോ 10 വർഷമോ അല്ല. ഞാനിപ്പോൾ നഷ്ടപ്പെട്ടതിന് 10 മിനിറ്റോ ഒന്നുമല്ല. കാരണം അവർ കൃത്യം പാലിക്കുന്നില്ല, അവർ ഉഴപ്പുന്നു. ഞാൻ ഒരു പ്രാവശ്യം പ്രോഗ്രാമിന് എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യേണ്ടവൻ വന്നില്ല. ഒരു വാക്കെന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇന്ന് നോക്കിയപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കുക. അവനിഷ്ടം ക്രിക്കറ്റാണ് ആയിരിക്കാം, പക്ഷെ നമ്മൾ വിളിച്ച് പറയണ്ടേ? എന്നൊക്കെ ഞാൻ തകർന്നു പോയിട്ടുണ്ട്. കാരണം സ്റ്റേജിൽ ഒരുമിച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസൊക്കെ ഒരുമിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷെ അവരൊക്കെ കൊഴിഞ്ഞു പോയി. അത് അതിനേക്കാൾ കഴിവുള്ളവർ തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേരെൻ്റെ ഇപ്പോൾ. പിന്നെ ഒരുപാട് പേര് മദ്യത്തിനടിമയായിട്ട് ഫ്രീ കിട്ടും നമുക്ക്.
ഞങ്ങൾ എവിടെ ചെന്നാലും അപ്പം തന്നെ ഇത് കിട്ടും. ഒരു പ്രാവശ്യം ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഒരാൾ പുറത്തുനിന്ന് ഇങ്ങനെ ചോദിക്കാം, അത് വേണ്ട, പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വേണ്ട 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 ചേട്ടാ. അതല്ല, പുള്ളി ചോദിച്ചത് പക്രു എന്ത് ചെയ്യുന്നതാണ്, അതിന് ആക്ഷൻ കാണിച്ചാൽ. പക്ഷെ ഇയാള് അപ്പം ഇത് വേണം എന്ന് പറഞ്ഞാലും കിട്ടും എനിക്ക്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഞാൻ അപ്പം അയാൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു കള്ളു വേണോ എന്നാണ്. അല്ല വേണമെങ്കിൽ റെഡിയാണ് കേട്ടോ, സാധനം പറഞ്ഞ് റെഡിയാണ്. അപ്പം ഞാൻ പറയാണ് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എനിക്കപ്പോൾ കിട്ടും. എനിക്ക് ഫ്രീ ഓഫേഴ്സാണ്. അപ്പം ഇതിന് ഇതായിട്ട് പക്രും പറഞ്ഞു നിന്നെക്കുറിച്ചും ചോദിച്ചെന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞു നിന്നെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെയും ചോദിച്ചെന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു, ഫുള്ള് വേണമെന്നാണ് ചോദിച്ചത്. എന്നെയാണ് ചോദിച്ചത്, നീളമുള്ള ആൾ എന്ത് ചെയ്യുന്ന ചോദിച്ചത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചാൽ കിട്ടും. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്തിനെ ബാധിക്കും. നമ്മളിത് ഫുൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യണമെന്നല്ല, ഇതിനൊക്കെ സമയവും കാലവും ഇതൊക്കെ ഉണ്ടല്ലോ. അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. കാലത്ത് നേരം വെളുത്ത് സൂര്യന് ഉദിച്ച ഉടനെ തന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ അവൻ്റെ ലിവർ പോയിരിക്കും, അവൻ്റെ സിറോസിസ് വന്നിരിക്കും. അത് അഡിക്ഷനാണ്, ആൽക്കഹോളിസമാണ്. നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊരു അത് ഞാൻ റൂമിൽ പോയ അച്ഛന്മാർ വരെ വൈകിട്ട് ഒരുമിച്ച് ഒരു വൈൻ കഴിച്ചിട്ടാണ് അവരുടെ ഫുഡ് തുടങ്ങുന്നത്. അതാണ് അല്പം മദ്യം ബോധത്തെ ഉണർത്തും. അല്പം എന്ന് പറഞ്ഞതിന് കണക്കെഴുതി വെച്ചിട്ടില്ല, അപ്പം രണ്ട് ഫുള്ളാവും. അപ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കുറേ പേര് വിയോജിപ്പ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം മൺമറഞ്ഞു പോയ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ള ആൾക്കാരല്ലേ മണിച്ചേട്ടനും. അതെ അതെ അതെ. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒക്കെ ഒരു വിയോജിപ്പിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്? മണിച്ചേട്ടനൊക്കെ സ്വന്തം ആ ഒരു സ്റ്റാർഡം ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷിനൊക്കെ അത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. മണിച്ചേട്ടന് പറ്റിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 45-ാം വയസ്സിലെ പുള്ളി മരിക്കുന്നത്. സത്യൻ മാസ്റ്റർ വരുന്നത് 45-ാം വയസ്സിൽ അഭിനയിക്കാൻ. അപ്പം മണിച്ചേട്ടൻ ഇനി എന്തോരം റോളുകൾ ചെയ്യേണ്ടായിരുന്നു. ആ സ്റ്റാർഡം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഞാനാണ് എല്ലാം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആര് പറയുന്നതും കേൾക്കാൻ തയ്യാറാവില്ല. ഒരാളിത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന് ശരിക്കും സംഭവിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉപദേശിക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നു, നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല. അതാണ് ഷൈൻ്റെ കൂടെയുള്ള ഒരുത്തരുണ്ട്, അവനെ വിളിച്ചിട്ട് പറഞ്ഞ് നീ കൂടെ നിൽക്കുമ്പോൾ നല്ലത് പറഞ്ഞു കൊടുക്കുക. അവൻ നല്ലത് പറയുന്നവനാണ്. എനിക്കും പരിചയമുള്ളതാണ്, പാച്ചു എന്ന് പറയും. ഞാൻ ഇന്നലെ പാച്ചുവായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, അനീഷ് എന്ന പേര്. പക്ഷെ അവൻ നല്ലവനാണ്, അവൻ നല്ലത് പറഞ്ഞു കൊടുക്കുന്നവനാണ്. അപ്പോൾ ഒരാളെങ്കിലും നേർവഴിക്ക് നടത്തിയിരുന്നെങ്കിൽ അന്ന് മണിച്ചേട്ടൻ നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ സക്സസ് ഹോൾഡ് ചെയ്യാൻ പറ്റണം. നമുക്ക് പരാജയം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും, കടിഞ്ഞും പിഴിഞ്ഞൊക്കെ. സക്സസ് എന്ന് പറയുമ്പോഴേ ഓർത്ത് നോക്കിക്കോ, മെർലിൻ മൺറോ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇത്രയും സുന്ദരി, അവർക്ക് വേണ്ടി എന്തിനും, അതായത് അവരുടെ കുഴിമാടത്തിൻ്റെ അടുത്ത് കുഴി വേണം എന്നും പറഞ്ഞ് നടന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അത്ര സുന്ദരി 36-ാം വയസ്സിൽ സൂസൈഡ് ചെയ്തു. അപ്പോൾ സൂസൈഡ് ചെയ്ത് എന്താണ്, അവരുടെ സ്റ്റാർഡം അവർക്ക് ആസ്വദിക്കാനോ എൻജോയ് ചെയ്യാനോ അവർക്ക് കാശ് കിട്ടിയതൊന്നും എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനെന്താ വേണ്ടത്? നമ്മുടെ ഫാമിലി, അൾട്ടിമേറ്റ് ഇസ് ഫാമിലി. നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ടെങ്കിൽ, അതാണ് ഞാൻ പറയുന്നത്, അവരുടെയും നാട്ടുകാരെ എല്ലാവരും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ചുറ്റുപാടുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുക. മണിച്ചേട്ടൻ വേദനിപ്പിച്ചു എന്നല്ല പറഞ്ഞത്, പക്ഷേ മണിച്ചേട്ടൻ്റെ വിയോഗം എത്ര പേർക്ക് വേദനയുണ്ടായി. ഇപ്പോഴും ഓരോ ഇപ്പം വളർന്നു വരുന്ന റാപ്പേഴ്സിനൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്ഥിരം കാണാറുള്ള മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരിതാണ്. അതായത് ഈ റാപ്പേഴ്സൊന്നും ഒന്നും ആകില്ല, അതായത് അതിന് മുകളിലായിരിക്കും പുള്ളി ഒരു കൺസേർട്ടോ പരിപാടിയൊക്കെ റാപ്പേഴ്സ് നല്ല അവർക്ക് പറയാനുള്ള, അത് സിസ്റ്റത്തിനെതിരുള്ള ഒരു ശബ്ദമാണ് റാപ്പിംഗ് എന്ന് പറയുന്നത്. അല്ല, റാപ്പേഴ്സ് മോശമൊന്നുമില്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇന്ന് മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ മണിച്ചേട്ടന്റെ ഒരു കൺസേർട്ട് ആയിരിക്കും ഇതിന്റെയൊക്കെ ടോപ്പിൽ നിൽക്കുക. അല്ല, മണിച്ചേട്ടൻ ആരെയും വേദനിപ്പിക്കാത്ത പാട്ടുകളാണ്. ഒരു സിസ്റ്റത്തിനെതിരെ ഒരു ജാതിയോ വർഗീയതയോ അതൊന്നും പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉള്ള പാട്ടുകളാണ്. വളകിലക്കിണ എപ്പോഴും ഋതം ആഘോഷമാണ്. അല്ലാണ്ട് നീ എന്നെ കൊന്നു, നീ എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഞാൻ ചോര വീണ് മരിച്ചു, അങ്ങനെയുള്ള യുദ്ധോ റവല്യൂഷനൊന്നുമില്ല. ഹാപ്പിനെസ്സാണ് എല്ലാവരും കൂടുന്നത്. അദ്ദേഹം ഒരാളെ വേദനിപ്പിക്കുക, ഒരു ജാതിനെ തള്ളിപ്പറയുക, ഒരു ഞാൻ കീഴാളാണ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി അത് അനുഭവിച്ചിട്ടുണ്ട്, അത് പറയാറുണ്ട് പുള്ളി. അത് പറയേണ്ട സമയത്ത് പുള്ളി അതിന് പ്രതികരിക്കണമല്ലോ. അപ്പോൾ കല എന്ന് പറയുമ്പോൾ നമ്മൾ ആഘോഷത്തിൻ്റെ ഭാഗമായിരിക്കണം. അവിടെ വേദനയും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആവും. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരാളുടെ മരണം, ഒരു വിയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം 5 മിനിറ്റ് എഴുന്നേൽക്കാൻ പറയും. അതിൽ നിന്ന് നമ്മൾ തിരിച്ച് എൻ്റർടൈൻമെൻറ്റ് മൂഡിലേക്ക് വരാൻ സമയം എടുക്കും. ഇപ്പോൾ ആദ്യം തന്നെ മരണത്തെക്കുറിച്ചൊരു കവിതയിലാണ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതെങ്കിൽ
എല്ലാവരും ഡൗൺ ആയിരിക്കും. പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര പണിയായിരിക്കും. നീ നാളെ മരിക്കും, നിന്നെ വിറകിട്ട് കത്തിക്കും, നിൻ പുകയായി തീരും, ഇതല്ലോ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിയാണ് ഭയങ്കര വേറെ മൂഡിലേക്ക് പോകും. മനുഷ്യൻ്റെ ചിന്തകളാണല്ലോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആ ചിന്തയിലാണ് നമുക്ക് ആത്മഹത്യ ചെയ്യണം, നമുക്ക് അടിച്ചു പൊളിക്കണമെന്നൊക്കെ ചിന്ത വരുന്നത്. അത് തന്നെ ഈ ചിന്ത കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺ ആയി പോകും. നമ്മളൊരു അമേരിക്കൻ ഷോന് പോയപ്പോൾ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ഫസ്റ്റ് തുടങ്ങുന്ന ഇതിലാണ്, ചിതയൊരുങ്ങിയിരിക്കുന്നു നീ കത്തിച്ചാമ്പലാകാൻ പോകുന്നു എന്ന് പറയും. ആൾക്കാരൊക്കെ സന്തോഷിക്കണം. അപ്പോൾ അത് നമ്മൾ സന്തോഷിപ്പിക്കും, നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്, ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഇപ്പം നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതേപോലെ കുറേ വിയോജിപ്പ്, അതായത് വിയോഗങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഒരുപാട്. അപ്പോൾ അതിനുശേഷം അവരുടെ ഫാമിലി എന്താണ് അത് നമ്മുടെ ഭയങ്കര അമ്മ സംഘടന എന്നുള്ളൊരു സപ്പോർട്ട്? അല്ല, അതെന്താന്ന് പറഞ്ഞാൽ അത് ആരുടെ കുറ്റമല്ല. ഇപ്പോൾ മാളാരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു, എല്ലാവരും ചിരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ചിരിക്കും. അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് നടത്തുകയാണ് മാളയിൽ. മരിച്ച് 7 ദിവസം വരെയൊക്കെ ആൾക്കാർ വിളിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആരെങ്കിലും സിനിമയിലുണ്ടായിരുന്നു എന്നുള്ള പോലും മറന്നുപോയി. പിന്നെ ആരും വിളിക്കില്ല. ഇത് തിരിഞ്ഞു നോക്കാത്തുള്ളൊരു ഓട്ടമാണ് സിനിമ എന്ന് പറയുന്നത്. തിരിഞ്ഞു നോക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടും ആൾക്കാരുടെ പ്രീതിയും ജനപ്രീതിയും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ആ ലൈം ലൈറ്റിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിസപ്പയർ ആകുമ്പോൾ അവർക്ക് പിന്നെ നമ്മളെ വേണ്ട. പിന്നെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ വീട് അനാഥമാവുകയാണ്. അവിടെ എന്തായി, കൊച്ചിൻ ഹനീഫയ്ക്കയുടെ വീട് എന്തായിരുന്നു, അല്ലെങ്കിൽ മേഘനാഥൻ്റെ വീട് പാലിക്കനാര, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾ എന്തായിരുന്നു, അന്വേഷിച്ച് ചെല്ലാനുള്ള സമയം ഇന്നത്തെ ആക്ടേഴ്സിനില്ല. അവരവരുടെ അടുത്ത ഇത് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പക്ഷെ ചില മനുഷ്യത്തുള്ള ആൾക്കാർ തിരിഞ്ഞു പോകും. അതെനിക്ക് ഫീൽ ചെയ്തത് സുരേഷ് ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് മാരിയറ്റിലിരുന്നാണ് നമ്മൾ ഓരോരുത്തർ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പഴയ ആൾക്കാർ, അതായത് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലാണ്ട് എന്ന് വെച്ചാൽ അവർ പിന്നെ വേറെ ലൈഫിലേക്ക് പോയിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ്റെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിക്കും. എൻ്റെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്. ഞാൻ പറയും സുരേഷ് ചേട്ടന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ പറയും മിമിക്രി കാണിക്കണാണ് ടി വി. സുരേഷ് ചേട്ടൻ സംസാരിക്കുമ്പോഴും ടിനി സൗണ്ട് മാറ്റി സംസാരിച്ചാൽ ഞാൻ പറഞ്ഞ അല്ല, സുരേഷ് ചേട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. ആ ഒരു സ്മരണ എന്ന് പറയുന്നത് വലിയ കാര്യം. അതങ്ങനെ കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോഴുള്ള എല്ലാവരും നമ്മൾ മൈൻഡിനെ ഇത് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത്. അത് ഞാൻ ജഗദീഷ് ചേട്ടനാണ് കണ്ടിട്ടുള്ളത്. കോമഡി സ്റ്റാർസിൽ നമ്മൾ ജഡ്ജ് ആയിരിക്കുമ്പോൾ 10 വർഷം അത് സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പുള്ളി ആ മൈൻഡ് സെറ്റിലായി. അയ്യോ എനിക്ക് സിനിമയില്ല, ഞാനാകെ ഔട്ടായി മാറ്റും എന്ന് പറഞ്ഞ് നിൽക്കരുത്. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത് അതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളാരും സൂപ്പർ സ്റ്റാർ ആകാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കാമെന്ന് അല്ലെങ്കിൽ അരി മേടിക്കാമെന്നാണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. ആ രീതിയിൽ ജീവിക്കുക. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു, അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞു. രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ ആൾക്ക് 5 വർഷം കണ്ടിന്യൂസ് ഹിറ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ് സുന്ദരൻ. പുള്ളി അങ്ങ് ഔട്ടായിട്ട് ഹീറോ എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് അങ്ങ് പോയിട്ട് ഫിലിമില്ലാണ്ടായിട്ട് അക്ഷയ് കുമാർ മരുമോനുള്ളൂ. പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 5 അസിസ്റ്റൻസിന് വെച്ച് കൊടുത്തു. കാരണം ആ സ്റ്റാറായിട്ട് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, കാരണം ആ ഫീൽ അത് കാരണം ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ആ സ്റ്റാർഡം നഷ്ടപ്പെടാണ്ടുള്ള ആംബിയൻസ് കൊടുത്തു. അപ്പം നമ്മൾ എപ്പോഴും തീരുമാനിച്ചിരിക്കുന്ന ഞാൻ നാളെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതില്ല. നമ്മൾ നാളെ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റായിരിക്കും നമ്മൾ നടത്തുന്നത്, ചിലപ്പോൾ നാളെ ചായ കൊടുക്കാനായിരിക്കും വരുന്നത്. അത് നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ പോലും ഡിപ്രസ്ഡ് ആവും. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. ഞാനിപ്പോൾ 7 വർഷം അമ്മയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് പഠിച്ചതാണ്. എനിക്ക് തന്നെ ട്രോമ ഉണ്ടായി. കാരണം ടി പി മാധവൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഈ അടുത്ത് മരിച്ചു. അനാഥനായിട്ടാണ് മരിച്ചത്. മകൻ ലാസ്റ്റ് നിമിഷത്തിൽ വന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നു പറഞ്ഞാൽ എറണാകുളം രാമവർമ്മ ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നു, ലോട്ടസ് ക്ലബിൻ്റെ നിൽക്കുന്നു, ക്ലബ്ബുകളിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ടെന്നീസ് കളിക്കുന്നു, ഭയങ്കര ലക്ഷറിയസ് ലൈഫ്. ലാസ്റ്റ് ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനാഥനായിട്ട് ഒരു അനാഥാലയത്തിൽ അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. പത്തനംതിട്ടയിൽ ഞാൻ ഇത് വെക്കാൻ ചെല്ലുമ്പോൾ ഒരാളും ഇല്ല ചുറ്റും. പുള്ളിയുടെ കാണാൻ വരുന്നതൊക്കെ നമ്മളെപ്പോലുള്ള സിനിമയിൽ പരിചയപ്പെട്ട ആൾക്കാരാണ്, ബന്ധുക്കളാരുമില്ല, മക്കളോ. അപ്പം നമ്മൾ
നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നല്ല ആക്ടറായിട്ടല്ല, നല്ല ബിസിനസ്മാനായിട്ടും കാര്യമില്ല, നല്ല രാഷ്ട്രീയക്കാരനായിട്ട് കാര്യമില്ല, നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത്. ഈ 7 വർഷം അമ്മയുടെ എക്സിക്യൂട്ടീവായിട്ട് നിന്നപ്പോൾ എല്ലായിടത്തും റീത്ത് വെക്കാൻ പോകുമ്പോൾ ഈ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, പക്ഷെ അത് മനുഷ്യൻ പിന്നെ മറന്നു പോകാണല്ലോ. പിന്നെ ഫൈറ്റ് ചെയ്യുന്നു, പിന്നെ ഇടി വീഴുന്നു, പിന്നെയും നമ്മൾ ഈഗോ കാണിക്കുന്നു, അഹങ്കാരം വരുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. പക്ഷെ ഇതാ പറയാനുള്ളത്, നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുക, ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ സർവൈവ് ചെയ്യുക എന്നുള്ളത്. നല്ല രീതിയിൽ ഒരാൾ ഉപദ്രവിക്കാണ്ട്, ഒരാൾ വേദനിപ്പിക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് ഞാൻ പഠിച്ച പാഠം. കഴിവല്ല പ്രധാനം, നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ കൃത്യനിഷ്ഠ, നമ്മുടെ നല്ല മനസ്സ്, അനുകമ്പ, ഇതൊക്കെ ഉണ്ടെങ്കിൽ 0 ആണെങ്കിലും ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അതായത് എൻ്റെ ഒരു പാഷനാണ് ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത്. ഞാൻ ഒരു ബോൺ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് കലാകാരനായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ക്യാമറയുടെ പരിസരത്ത് ജീവിക്കണമെന്ന്. ആ ആഗ്രഹം കൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എൻ്റെ കഴിവല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് വേണ്ടത് ഇതൊക്കെയാണ്. ഒരാൾ മുകളിലുണ്ട്, അങ്ങേര് വിചാരിച്ച ഒരു ഞരമ്പ് കളഞ്ഞാൽ തീർന്നു നമ്മുടെ ചിന്താഗതിയും ആരോഗ്യമൊക്കെ. എൻ്റെ അപ്പാപ്പൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ കള്ളനാവുമെന്ന് വിചാരിച്ചത്. കാരണം കലയൊന്നും വരാൻ സാധ്യതയില്ല ഇവിടെ. എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ ലോകത്തെ ഏറ്റവും ഭാഗ്യവാനാരെന്ന് ചോദിച്ചാൽ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുള്ളൂ. പക്രുവായിട്ടുള്ളൊരു യാത്രകൾ എന്നും ഓർത്തിരിക്കുന്ന. അപ്പോൾ ജയിലിൽ പോയതുപോലെ അമേരിക്കയിൽ സ്വർഗത്തിൽ ചെന്ന് ഇറങ്ങിയതാണ്. മിണ്ടൂല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു ഇറ്റ്സ് എ ബേബി മേക്കിംഗ് ട്രബിൾ എന്ന് പറഞ്ഞു. ഞാൻ പക്രുവിനെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവർക്ക് സംശയം തോന്നി. ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഷഡ്ഡിയിട്ട് നിൽക്കുക, കാരണം മൊത്തം അഴിച്ചു.